നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, SNDP കടക്കൽ യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടക്കൽ ടൗൺ ഹാളിൽ വെച്ച് സ്നേഹ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു. ചേച്ചി കടക്കിരുന്ന് ഓർക്കുമല്ലോ, പ്രദീപിന്റെ കൂട്ടുകാരൻ പ്രദീപ് എന്റെ കുഞ്ഞമ്മയുടെ പറഞ്ഞു മറഞ്ഞുകൊണ്ടല്ലേ SNDP യൂണിയൻ കടക്കൽ യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രതിഭാ സംഗമത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് ഇതിലൂടെ പ്രേക്ഷകർ കാണുന്നത്. പയ്യ പോയി ഫ്രണ്ട് പയ്യ പോട്ട് താല്പര്യക്കാരൊന്ന് പോട്ടെ കയറ്റി വിടെ പക്ഷെ അപ്പുറത്തോട്ടൊന്നും കയറും.
യോഗം കടക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹ സംഗമം എന്ന മഹത്തായ പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോകുകയാണ്. പുറത്തിനിയും ആളുകൾ ഒരുപാട് നിൽക്കുകയാണ്. അവരെ ഹാളിനകത്തേക്ക് എല്ലാ സംഘം പ്രവർത്തകരെ ഹാളിനകത്തേക്ക് കയറി നിൽക്കാൻ വേണ്ടുന്ന ഇടപാടുകൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കടയ്ക്കൽ SNDP യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടയ്ക്കൽ ടൗൺ ഹാളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ സ്നേഹസംഗമത്തിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. ഈ സമ്മേളന പരിപാടികൾ ആരംഭിക്കുകയാണ്. സമ്മേളനത്തിന്റെ അധ്യക്ഷനായി SNDP കടക്കൽ യൂണിയന്റെ പ്രസിഡന്റ് വി ചന്ദ്രബോസ് അവരുടെ ആദരവ് ക്ഷണിച്ചു. പ്രവർത്തകരെല്ലാം MK വിജയൻ, KM മാധുരി, L സുശീല 3 പേരും വേദിയിലേക്ക് വന്നത് മാധുരി. ഗുരുദേവന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ഭദ്രദീപം കൊളുത്തി നമ്മുടെ സ്നേഹസംഗമ പരിപാടി തുടങ്ങുകയാണ്. ഭദ്രദീപം കൊളുത്തുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യയായ SNDP യോഗത്തിന്റെ ഖേദിയായ പ്രസിഡന്റ് പ്രീതിയമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഗുരുസ്മരണ ദൈവദർശനം.
യോഗം കടക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സ്നേഹസംഗമം ആണ് നടക്കുന്നത്. ഈ വർഷം SLC +2 പരീക്ഷയിൽ നമ്മൾ യോഗ നടപടിയിലേക്ക് നീങ്ങുന്നതാണ്. മാറ്റാൻ പറ്റത്തില്ല. സ്റ്റാൻഡോ അത് ഇവർക്കൊന്ന് റൗണ്ട് സൈഡിലോട്ട് വിളിച്ചേക്കും. എല്ലാം ഈ കസേര മാറ്റം പാടാം.
ഇവിടെ വളരെ മനോഹരമായ നിലയിൽ തിരുവാതിരക്കളി നടത്തിയ ആറ്റുപുറം ശാഖയിലെ ടീമിന് SNDP യോഗം കടക്കൽ യൂണിയന്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സ്നേഹസംഗമം പരിപാടിക്ക് സ്വാഗതം പറയാൻ SNDP യൂണിയൻ കടക്കൽ യൂണിയന്റെ വൈസ് പ്രസിഡന്റും സെക്രട്ടറി ഇൻചാർജുമായ ശ്രീ കെ പ്രമരാജനെ ക്ഷണിക്കുന്നു. ഗുരുചരണങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. SNDP കടക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ നീണ്ട ഒരു കാലയളവിന് ശേഷം നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സ്നേഹസംഗമം എന്ന പേരിൽ നമ്മുടെ ശാഖകളിലെ പ്രവർത്തനം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമായിട്ടാണ് നമ്മൾ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഏതാനും ചില സംഘടനാ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് മാത്രം ഈ സ്വാഗത പ്രസംഗം ഞാൻ നടത്തുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ ഈ പരിപാടിയോടനുബന്ധിക്കുന്ന യൂണിയൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 2 സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൂടി ഈ അവസരത്തിൽ നടത്തപ്പെടുകയാണ്. അതോടൊപ്പം നമ്മുടെ യൂണിയനിൽ ആദ്യമായി നമ്മുടെ ശാഖായൂണിയനിലെ കുട്ടികളെയും വനിതകളെയും പുരുഷന്മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള നമ്മൾ നടത്തിയ ശാരദോത്സവം എന്ന മെയ് 10-15 നടന്ന ശാരദോത്സവത്തിന്റെ സമ്മാനദാനവും അതുപോലെ നമ്മുടെ ശാഖാപരിധിയിലുള്ള SSLCക്കും +2നും മറ്റ് ഡിഗ്രി തലത്തിനും മറ്റ് ഉയർന്ന മാർക്ക് മേടിച്ച് വിജയിച്ച കുട്ടികൾക്ക് അനുമോദനം നമ്മുടെ യൂണിയനിലെ ശാഖകളിലെ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും ഒക്കെയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സമ്മേളനം നമ്മൾ നടത്തണമെന്ന് നമ്മൾ കഴിഞ്ഞ 2 മാസമായി
ആലോചനയിലായിരുന്നു. ഈ സമ്മേളനം നമ്മുടെ SNDP ബഹുമാന്യ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ അതിന് തുടക്കം കുറിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് തിരക്ക് കാരണവും ദൂരയാത്ര ചെയ്യുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകളും അദ്ദേഹം നമ്മോട് പറഞ്ഞ പ്രകാരം നമ്മൾ ഈ പരിപാടി വീണ്ടും നടത്താൻ വൈകുന്നതിലുള്ള ഒരു ആശങ്കയിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ മാസം 14-ാം തീയതി ഈ മാസം 14-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ യോഗം കൗൺസിലർ നമുക്ക് പ്രിയപ്പെട്ട ശ്രീ ബഷീർ സന്ദീപ് വൈകുന്നേരം വിളിച്ച് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രീതി ചേച്ചിയുടെ ഒരു സമയം കിട്ടിയിട്ടുണ്ട്. ഇന്ന് 28-ാം തീയതി കേരള യൂണിയനിൽ രാവിലെ 10 മണി മുതൽ ഒരു സമ്മേളനം, ഇതുപോലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ചികിത്സാ സഹായ പദ്ധതിയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ യൂണിയനിലെ പരിപാടി നമുക്ക് നടത്തിക്കൂടെ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുമായി കൂടിയാലോചനയൊക്കെ നടത്തുകയും എന്നാൽ ഇനി ഈ പരിപാടി ഇനി വഹിക്കേണ്ട, ഇതൊരു വലിയൊരു സൗഭാഗ്യമാണ്. നമ്മുടെ ഏറ്റവും നമുക്ക് അവർക്ക് പ്രിയപ്പെട്ട ശ്രീമതി പ്രീതി ചേച്ചിയുടെ ഇന്നത്തെ നമ്മുടെ സാന്നിധ്യം നമുക്കിവിടെ കിട്ടുമെന്നുള്ള വലിയ സന്തോഷത്തിൽ നമ്മൾ ഈ പരിപാടി വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് ഏർപ്പെടുത്തുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ കൗൺസിലും വനിതാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമാക്കിക്കൊണ്ട് നമ്മുടെ ശാഖകളിലെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കമ്മിറ്റികളും യോഗങ്ങളും കുടുംബയോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പരിപാടിയിലൂടെ വലിയ പങ്കാളിത്തത്തോടെ നടത്താൻ സാധിക്കുന്നത്. പ്രവർത്തനവും അദ്ദേഹത്തിന്റെ നേതൃത്വവും ഈ പ്രസ്ഥാനത്തിന് എന്നും കരുത്തും ശക്തിയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാഥനില്ലാതിരുന്ന ഈ പ്രസ്ഥാനത്തിന്, എല്ലാവരുടെയും വഴിച്ചെണ്ടേ കിടന്ന ഈ സമുദായത്തിന് ചോദിക്കാനും പറയാനും ഒരു നേതാവുണ്ട് എന്ന് ഈ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തൊരു നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ. ഇന്ന് കേരളത്തിലും കേരള രാഷ്ട്രീയത്തിലായാലും കേരള സമൂഹത്തിലായാലും ഏത് തരത്തിലുള്ള പൊതുസമൂഹ ചർച്ചകളിലുമെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് വളരെ പ്രസക്തമാണ്. അതുപോലെ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ 1996 ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി വന്നതിന് ശേഷം ഈ പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള നേട്ടം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് ഈ പ്രസ്ഥാനം ഏവരാലും ശ്രദ്ധിക്കപ്പെടുകയും ഈ സമുദായം ആർക്കും അവഗണിക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്ന് കേരള രാഷ്ട്രീയ രംഗത്തും ഇന്ത്യയിലുടനീളം ഇന്നൊരു ഒരു ശക്തിയായി ഈ പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ നേതൃസ്ഥാനം ഇനിയും ദീർഘകാലം നമുക്ക് കിട്ടട്ടെ എന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് എല്ലാവിധമായ പിന്തുണ ഈ അവസരത്തിൽ SNDP കടക്കൽ യൂണിയന്റെ പിന്തുണ ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവത്തോട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തവ്യം തുടരട്ടെ. നമ്മുടെ ഈ യൂണിയന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 42 ശാഖകളാണ് നമ്മുടെ യൂണിയന്റെ പരിധി ഉള്ളത്. ഈ ശാഖകളിലെല്ലാം നമുക്ക് നല്ല കമ്മിറ്റിയും പ്രവർത്തന സജ്ജീകരണവും നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഇന്ന് നമുക്ക് ഏറ്റവും മുൻകൂട്ടായി നിൽക്കുന്ന നമ്മുടെ വനിതാ സംഘത്തിന്റെ പ്രവർത്തനം നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന തരത്തിൽ ഉള്ളതാണ്. നമ്മുടെ ഈ വനിതാ സംഘത്തിന്റെ പ്രവർത്തനം പുതിയൊരു കമ്മിറ്റിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ ശാരദോത്സവങ്ങളുടെ പരിപാടി ഒരുപക്ഷെ നമുക്ക് കടക്കൽ യൂണിയന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംരംഭമാണ് ശാരദോത്സവം എന്നുള്ള കലാസാഹിത്യ മത്സരം നമ്മളിപ്പോൾ നടത്തിയത്. അതിനുശേഷം നമ്മൾ ഈ 14-ാം തീയതി ചടയമെടുത്ത് നടത്തിയ SNDP യോഗം വനിതാ സംഘ കേന്ദ്ര സമിതിയുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഏറ്റെടുത്ത് നടത്തിയ ലഹരി വിരുദ്ധ റാലിയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഒക്കെ നമ്മുടെ സംഘടനാ ശക്തി വിളിച്ചോദിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് ഈ സമ്മേളനം ഇന്ന് ചേരുമ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ നമുക്കൊരു അല്പം പ്രതികൂലമാണെങ്കിലും ഈ പ്രവർത്തനം എല്ലാവരും ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷം ഉണ്ട്. നമ്മുടെ
തുടർന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ യൂണിയൻ പുതിയതായി ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന ഒന്ന് രണ്ട് പദ്ധതികൾ നമ്മുടെ ബഹുമാന്യ ശ്രീമതി പ്രസിഡന്റ് ബോർഡ് മെമ്പറും നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ സഹധർമ്മിണിയുമായ ശ്രീമതി പ്രീതി ചേച്ചിയും കൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയെ ഒരു നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ള അറിവ് എന്ന പദ്ധതിയും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തി അവർക്കൊരു ആശ്വാസവും അവർക്കൊരു പരിഗണനയും നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി കൂടിയാണ് നമ്മളിവിടെ ഗുരുകാരുണ്യം എന്ന പദ്ധതിയുടെ നമ്മളിവിടെ ആവിഷ്കരിക്കാൻ ഇന്ന് പോകുന്നത്. ഈ പരിപാടികൾ രണ്ടും നമ്മുടെ ശാഖാതലങ്ങളിലൊക്കെ വ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുള്ള അറിവ് എന്ന പദ്ധതിയുടെ ഒരു വിശദാംശം നമ്മുടെ ഇന്നത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ഈ സമ്മേളനത്തിൽ അതിൻ്റെ മുഖ്യ കോർഡിനേറ്ററായ എൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള ഡോക്ടർ സജിത ഇവിടെ വിസ്തരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ നമ്മൾ ഇന്ന് നിരവധി പേർ നമ്മളോടൊപ്പം പലതരത്തിലുള്ള സഹായങ്ങളും അഭ്യർത്ഥനയുമായി നമ്മുടെ മുന്നിൽ സമീപിക്കാറുണ്ട്. അവരെ നമുക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഗുരുകാരുണ്യം പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ ഉദാരമതികളായ ആൾക്കാരിൽ നിന്നെല്ലാം ചെറുതും വലുതുമായ സംഭാവനകൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അവരെ ആശ്വാസം നൽകുന്ന ഈ ഗുരുകാരുണ്യം പദ്ധതി ഒരു വലിയ പങ്കാളിത്തം എല്ലാവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് നമ്മുടെ ശാഖകളിലേക്കെല്ലാം ഇതിൻ്റെ വിശദമായ പരിപാടികളും പ്രവർത്തനങ്ങളും നമ്മൾ തുറന്ന് എത്തിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് കടക്കൽ സെക്രട്ടറിയുടെ ആക്ടിംഗ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ കർത്തവ്യം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റ് നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. അദ്ദേഹം ദീർഘകാലമായി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ഡി ചന്ദ്ര 10 വർഷമായി ഈ യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തുടരുന്ന ശ്രീ ഡി ചന്ദ്രബോസ് അവരുടെ SNDP കടക്കൽ യൂണിയന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമുക്ക് ഏറെ പ്രിയപ്പെട്ട നടേശൻ അവർ SN ട്രസ്റ്റ് ബോർഡ് മെമ്പറാണ്. പുറമേ തന്നെ ഇന്ന് അവരുടെ കേരളത്തിലുടനീളം ശ്രീനാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ആ ദർശനം പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ യൂണിറ്റുകൾ രൂപീകരിക്കുന്നതിൻ്റെ പ്രാധാന്യവും കുടുംബ പ്രാർത്ഥനകൾ നടത്തുന്നതിൻ്റെ ആവശ്യകതയും അതുപോലെ കുമാര യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് ഒരു പുതിയ ദർശനം നൽകിക്കൊണ്ട് അവരെ ഒരു നല്ല രീതിയിൽ ഒരു പൗരന്മാരായി സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള ഒരു ഉപദേശ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രീതി ചേച്ചി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അത്തരത്തിലുള്ള ഒരു വലിയ പ്രഭാഷണമാണ് ഇന്ന് നമ്മളിവിടെ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് മിക്ക യൂണിയനുകളിലും ഇവരുടെ ആ സമയവും സാഹചര്യവും സന്ദർഭവും നമുക്ക് പലരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുദേവ കൃതികളുടെ പ്രചാരണങ്ങൾ നടത്തുന്നതിനൊക്കെ അവർ വളരെ ശ്രദ്ധാലുവാണ്. അത്തരത്തിലുള്ള വളരെ നല്ല ഗുരുഭക്തയായ ശ്രീമതിയുടെ ഇന്നത്തെ ഇവിടെ സന്ദർശനം അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ യാദൃശ്യമായിട്ടാണ് ഇവരുടെ സന്ദർശനവും ഈ സമ്മേളനത്തിൽ നമ്മോടൊപ്പം പങ്കുചേരാനൊക്കെ ഒരവസരം നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സൗഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് ഈ നമുക്ക് വലിയൊരു സംരംഭം ഇവിടെ പ്രഖ്യാപിക്കുന്ന നമ്മുടെ വലിയ കർത്തവ്യം നിർവഹിക്കുന്നുള്ള ഒരു അവസരം അവരെല്ലായിരിക്കും നിക്ഷിപ്തമായിരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഈ സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചതോടൊപ്പം തന്നെ SNDP കടക്കൽ യൂണിയന്റെ പേരിലും ഇന്നിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായവും ഭാരവാഹികളുടെയും മഹിളാ സംഘ പ്രവർത്തകരുടെയും അമ്മമാരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാവരുടെ പേരിൽ ഞാൻ
SNDP കടക്കൽ യൂണിയന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളും. അടുത്തതായി നമ്മുടെ യൂണിയനിൽ നിന്നുള്ള ടാക് ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ഇന്ന് SNDP യോഗത്തിന്റെ കൗൺസിലായി പ്രവർത്തിക്കുന്ന ശ്രീ ബഷീർ സന്ദീപ്. ശ്രീ സന്ദീപിനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ യൂണിയന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ബഷീർ ശശീന്ദ്രൻ അവർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ യൂണിയന് ഒരു വലിയ ബഹുനില മന്ദിരമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നീണ്ട ഒരു കാലയളവിൽ നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീ ബഷീർ ശശീന്ദ്രന്റെ പുത്രനാണ് ശ്രീ സന്ദീപ്. ഇന്ന് SNDP കൗൺസിലിന് പുറമെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെയായി, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇന്നിപ്പോ കുട്ടനാട് സൗത്ത് യൂണിയനായും കല്ലറ യൂണിയൻ തുടങ്ങിയ യൂണിയനുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനുമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ യൂണിയന് വേണ്ടുന്ന എല്ലാവിധമായ സഹായ സഹകരണങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചോളം ഈ ഒരു കാലത്തോ അടുത്ത സമയങ്ങളിലായി ജനറൽ സെക്രട്ടറിയിൽ നിന്ന് നമുക്ക് ചികിത്സാധന സഹായത്തിൽ തന്നെ വളരെ നല്ല തുകകൾ ആൾക്കാർക്ക് സഹായിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ ഒരു 2 മാസ കാലയളവിൽ തന്നെ നമ്മളെ 30,000-ഓളം രൂപ 15 പേർക്ക് 2,000 രൂപ വെച്ച് നമുക്ക് ജനറൽ സെക്രട്ടറിയുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് ചികിത്സാ ധനസഹായമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേടിത്തരുന്നതിലും തുടർന്ന് നമ്മുടെ ഇപ്പോൾ ഈ ഗുരുകാരുണ്യം എന്ന വലിയ സംരംഭത്തിൽ ഇവിടെ ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നതിൽ എത്തരത്തിലുള്ള ഒരു വലിയൊരു സേവന പരിപാടിയായിട്ടാണ് നമ്മൾ ആ ഗുരുകാരുണ്യ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നിവിടെ അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. ജനറൽ സെക്രട്ടറിയുടെ വകയായി ഈ പദ്ധതിയിലേക്ക് ലഭിക്കുന്ന സംഭാവനയൊക്കെ നമ്മുടെ SNDP പ്രഖ്യാപിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ SNDP കടക്കൽ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സേവനവും സഹകരണവും വളരെ വിലപ്പെട്ടതാണ്. അതിന് യൂണിയന്റെ ഏകാന്തമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ഈ കടക്കൽ SNDP യൂണിയന്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ ഭാരതവുമായി സ്വാഗതം അർപ്പിച്ചു. നമ്മുടെ യൂണിയന്റെ കൗൺസിലർമാരായ ശ്രീ പാങ്ങനാട് ശശിധരൻ, നമ്മുടെ ജി നർനാഷൻ, ശ്രീമതി കെ മാധുരി, ശ്രീ അമ്പടിദാസൻ, ശ്രീ S വിജയൻ, വി ജയപ്രകാശ്, S സുധാകരൻ, MK വിജയമ്മ, വി അനിൽകുമാർ, കെ സുധർമ്മമാരി അടക്കം നമ്മുടെ യൂണിയൻ കൗൺസിലർമാർ നമ്മുടെ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്നുണ്ട്. പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നയിക്കുന്നതിന് വളരെ സഹായകരമായ നിലപാടുകൾ കൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഈ കൗൺസിലർമാരുടെ ഞാൻ ഓരോരുത്തരെയും പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് SNDP പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ ഇന്നിവിടെ നമ്മുടെ ഈ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ശ്രീ ബഷീർ ശശീന്ദ്രൻ അവരുടെ പ്രിയപുത്രി ഡോക്ടർ S സജിത, അവരാണ് നമ്മുടെ അരുൾ അറിവ് എന്ന പദ്ധതിയുടെ ഉപദേശ സമിതിയുടെ ചെയർപേഴ്സൺ. അവര് കേരള സർവകലാശാല PR-ആയി പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മൾ ഈ ഒരു അരുളറിവ് എന്നൊരു പദ്ധതിയുമായി നമ്മൾ അവരെ സമീപിക്കുമ്പോൾ നമുക്ക് ഈ പദ്ധതിയിലേക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നമുക്ക് കിട്ടണം, അതിൻ്റെ ഒരു നേതൃസ്ഥാനം വഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ താല്പര്യപൂർവ്വം അതിൻ്റെ ചുമതലയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ S അജിത. ഈ അരുളറിവ് എന്ന പദ്ധതിയുടെ ആ പദ്ധതി നടപ്പിലാക്കുന്നതിലേക്ക് നമ്മൾ 3 വ്യക്തികളാണ് നമ്മൾ അതിനുവേണ്ടി ചുമതല കണ്ടെത്തിയതും അവരെ അതിൻ്റെ ഒരു ചുമതലയും അവരുടെ സഹായമൊക്കെ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിൽ പ്രമുഖയാണ് അതിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം വഹിക്കുന്ന ശ്രീമതി ഡോക്ടർ S അജിതയെ ഈ സമ്മേളനത്തിലേക്ക് SNDP കടക്കൽ യൂണിയന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം അറിയിച്ചുകൊള്ളു. അതുപോലെ നമ്മുടെ അരുളറിവ് എന്ന പദ്ധതിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ PK സുമേഷ്, ശിവരി ശ്രീനാരായണ കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസറായ ശ്രീ സുമേഷ് ഈ അരുളറിവ് എന്ന പദ്ധതിയുടെ ഒരു പ്രധാന പ്രവർത്തകനായി നമുക്ക് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തിക്കുന്ന ശ്രീ PS സജി, അദ്ദേഹം നമ്മുടെ പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ്.
അദ്ദേഹം പെരുവൻ മഹാൻ ശാഖയുടെ സെക്രട്ടറി കൂടെയാണ്. അതുപോലെ നമ്മുടെ സുമേഷ് സാറും നിരമേൽ ശാഖയുടെ ദീർഘകാലം സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. അങ്ങനെ ഈ രണ്ടുപേരും നമുക്ക് ഈ ശാരദോത്സവം നടത്തുന്ന മുതൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടികളുടെ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് വളരെ സഹായകരമായിട്ടുള്ള സേവനങ്ങളും സമീപനങ്ങളുമാണ് ഈ നിമിഷം വരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ ആദരവിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ മൊമെൻ്റോ തയ്യാറാക്കുന്നതിൽ മറ്റതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിൽ വളരെ ഉത്സാഹപൂർവ്വം വളരെ താല്പര്യത്തോടുകൂടി സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ശ്രീ പി കെ സുമേഷ് സാറിനെയും ശ്രീ പി എസ് അജി സാറിനെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുകയാണ്. അതുപോലെ വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി കെ സുധർമ്മകുമാരി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും SNDP യൂണിയൻ്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുകയാണ്. വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീമതി നിധി രാജേഷ് വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ നല്ല നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ശ്രീമതി നിധി രാജേഷിനെ ഈ സമ്മേളനത്തിലേക്ക് SNDP കടക്കലുകളുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രതിഭകൾ, കലോത്സവത്തിലെ പ്രതിഭകൾ, അവാർഡ് നേടിക്കാൻ ഉന്നത വിജയങ്ങൾ കൈവരിച്ച പ്രതിഭ, വിദ്യാർത്ഥിനികൾ, നമ്മുടെ ശാഖയുടെ യൂണിയന്റെ മുൻകാല പ്രവർത്തകർ അടക്കം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ശാഖായോഗം ഭാരവാഹികൾക്കും പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകർക്കും കുടുംബ അംഗങ്ങൾക്കും പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഈ സ്നേഹസംഘം എന്ന കടക്കൽ യൂണിയന്റെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം SNDP കടക്കൽ യൂണിയനിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെക്കുന്നു. നന്ദി, നമസ്കാരം, ഗുരുതരം വിജയിക്കും. ബഹുമാനിയായ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ നടേശൻ അവர்கள், വേദിയിലുള്ള പ്രിയങ്കരനായ SNDP യോഗം കൗൺസിലർ ശ്രീ പച്ചയിൽ സന്ധി, പ്രിയമുള്ള യൂണിയന്റെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ചാർജുമായ ശ്രീ കെ പ്രകാശ്, യൂണിയൻ കൗൺസിൽ അംഗങ്ങൾ ശ്രീ പാങ്ങാട് ശശിധരൻ, ശ്രീ നളിനാശൻ, ശ്രീ കെ എം മാധുരി, ശ്രീ അമൃതദാസൻ, ശ്രീ എസ് വിജയൻ, ശ്രീ വി ജയപ്രകാശ്, എസ് സുധാകരൻ, ശ്രീ എൽ കെ വിജയമ്മ, വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് സുധർമ്മകുമാരി, സെക്രട്ടറി നിധി രാജേഷ്, പ്രിയപ്പെട്ട ഡോക്ടർ അജിത, പി കെ സുരേഷ്, പ്രിയങ്കരനായ സജി, മറ്റു പ്രിയമുള്ള വേദിയിലെ സ്നേഹിതരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നമ്മുടെ പാത നയിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ ദൈവമായി വിശ്വസിച്ചുകൊണ്ട് ഗുരുദേവനിൽ അർപ്പിതമായ ജീവിതവുമായി മുമ്പോട്ട് പോകുന്ന ഒരു ജനതയുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ SNDP യോഗം കടക്കൽ യൂണിയന്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സെക്രട്ടറി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, നമുക്കറിയാം, ഇത് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലായുള്ള ശ്രീനാരായണ പ്രവർത്തകരുടെ ശാഖയുടെ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ സാധാരണ കൃഷിക്കാരും കർഷക തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും മേശിരി പണിക്ക് പോകുന്നയാരും മേശപ്പണിക്കാരും കൂലിപ്പണിക്കാരും മെക്കാട് പണിക്കാരുമാവുന്ന ഒരു വലിയ സമൂഹമാണ് ഈ SNDP യൂണിയന്റെ കീഴിലുള്ള നമ്മുടെ 42 ശാഖയിലുള്ള ആളുകൾ. വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗമുള്ള ഒരു നിയോജകമണ്ഡലമാണ്, ഒരു ഏരിയയാണ്, ഒരു യൂണിയന്റെ പ്രവർത്തന പരിധിയാണ് നമുക്കുള്ളത്. നമുക്കറിയാം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ ഗുരുദേവന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യൂണിയൻ അതിർത്തിയിൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂള് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനം നമുക്ക് ഇവിടെ ഉണ്ടായതുകൊണ്ട് വിദ്യ ലഭിക്കുവാനുണ്ടായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഈ പ്രദേശത്തെ ഈ നാട്ടിലെ സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി
സെക്രട്ടറിയുടെ ഒരു ആശയമാണ് സ്നേഹസംഗമം. ഞങ്ങളൊരു പ്രാവശ്യം ജനറൽ സെക്രട്ടറി കാണാൻ ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞു, ഞാനിന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു സ്നേഹസംഗമം നടത്തി 1000-1500 പേരുണ്ടായിരുന്നു, വലിയ പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ സ്നേഹസംഗമം എന്ന ആശയം ജനറൽ സെക്രട്ടറി നൽകിയ ആശയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് സ്നേഹസംഗമം എന്ന് പേര് കൊടുത്തത്. നമുക്ക് പരസ്പരം സ്നേഹിക്കാനും നമുക്ക് പരസ്പരം തിരിച്ചറിയാനും നമുക്ക് കഴിയണം. നമ്മുടെ ആളുകളുടെ വിഷമതകളിൽ അവരെ സഹായിക്കുവാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതിനുള്ളവനാണ് ജീവി എന്നുള്ള ഗുരുവിന്റെ ആപ്തവാക്യം അത് നമ്മൾ മനസ്സിൽ കയറി നമുക്ക് മുമ്പോട്ട് പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ട രോഗം ബാധിച്ചു കിടക്കുന്ന ക്യാൻസർ രോഗികളായ ആളുകളെ സഹായിക്കാൻ ഗുരു കാരുണ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഇവിടെ ഇന്ന് പ്രതിയമ്മ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ ആളുകൾക്കും ജനറൽ സെക്രട്ടറിയുടെ ചികിത്സാ സഹായത്തിൽ നിന്ന് 1000കണക്കിന് ആളുകൾക്ക് നമ്മളിവിടെ സഹായം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അങ്ങനെയുള്ള രോഗം ബാധിച്ച ആളുകൾക്ക് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊക്കെ സഹായം മേടിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനം SNDP യൂണിയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ ഫാറങ്ങൾ അവരെ സൗജന്യമായി ആളുകൾ കൊടുത്തുകൊണ്ട് ഒരു ക്യാമ്പയിനായി നടത്തിക്കൊണ്ട് നമ്മൾ കുറെ നാളുകളായി നടത്തി വരികയാണ്. അങ്ങനെയുള്ള മനുഷ്യരെ തിരിച്ചറിയുവാൻ പറ്റുന്ന തരത്തിലുള്ള അതിമഹത്തായ പരിപാടികൾ SNDP യോഗം കടക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രീതി അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇപ്പോൾ തന്നെ സമയം 4 മണിയാണ്. ഞാൻ ഒരുപാട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരു മര്യാദയുടെ പേരിൽ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിങ്ങളും വളരെ പ്രയാസപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികളെ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ മേഖലകളിലും മുന്നോട്ട് വരുവാൻ ആവശ്യമായ സഹായങ്ങൾ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ സർവീസ് സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ ഒരു സർക്കാർ ഉദ്യോഗം ഉണ്ടാകുന്ന തരത്തിൽ ആളുകളെ പരിശീലിപ്പിക്കുവാൻ ആവശ്യമായ പദ്ധതികൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ എത്ര കുടുംബങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് മുമ്പോട്ട് പോയാൽ തീർച്ചയായും SNDP യോഗം ജനറൽ സെക്രട്ടറി വിഭാവന ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് വലിയ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിന് ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയമായ നമ്മുടെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ വളരെ ആദരവോടെ ഞാൻ നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന പ്രീതി അമ്മയെ നിലവിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പ്രസംഗം നടത്തുവാൻ ആദരവോടെ ഞാൻ ക്ഷണിക്കുകയാണ്. Gracias.
യൂണിയൻ്റെ അധ്യക്ഷൻ യൂണിയൻ പ്രസിഡന്റ് ഡി ചന്ദ്രബോസ്, മുഖ്യപ്രഭാഷകനായി വേദിയിലുള്ള SNDP യോഗം കൗൺസിലർ അച്ചൈ സന്ദീപ്, സ്വാഗത പ്രാസംഗികൻ ആക്ടിംഗ് സെക്രട്ടറി കെ പ്രേംരാജ്, അരുളറിവിൻ്റെയും ഗുരുകാരുണ്യം പദ്ധതിയുടെയും അത് അവതരിപ്പിക്കുന്ന ഡോക്ടർ എസ് അജിത, ആശംസാ പ്രാസംഗികരായി വേദിയിലുള്ള സ്നേഹമുള്ളവരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, ബാലവേദി, കുമാരി സംഘം, കുമാര സംഘം, വിവിധ സംഘടനാ നേതാക്കന്മാരെ, പ്രതിനിധികളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ അജിതയുടെയും സന്ദീപിൻ്റെ അച്ഛനെ ഓർക്കാതെ പോയാൽ അതൊരു നന്ദികേടായിരിക്കും. ഈ യൂണിയൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കൊല്ലത്ത് വന്ന് നിന്നുകൊണ്ട് ശശീരൻ സാർ വന്ന് ജനസംഘത്തിനോട് പറയുന്ന ആ സംസാരമാണ് എൻ്റെ ചെവിയിലിരിക്കുന്നത്. കുറച്ച് നാളത്തേക്ക് ഈ യൂണിയൻ്റെ പ്രവർത്തനം എന്നെ ഒന്ന് ഏൽപ്പിച്ചു. ഞാനൊരു യൂണിയൻ ഓഫീസിലൂടെ പണിത് ഈ യൂണിയൻ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുകയും അതിൻ്റെ താഴെയായിട്ട് മൈക്രോ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് തുടങ്ങി അതിനുശേഷം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു. ഇതെല്ലാം ഉണ്ടായിട്ട് യൂണിയൻ പ്രവർത്തനങ്ങൾ വളരെ കുറവിലോട്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷം പോയപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും SNDP യോഗം നേതൃത്വത്തിലേക്ക് സന്ദീപ് പച്ചയിൽ കൗൺസിലറായിട്ട് വന്നു. ഇതിപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ അന്വേഷിക്കാറുണ്ട്. അജിതയുടെ എല്ലാ കരുതലിലൂടെയും ഇതിനു മുമ്പ് ഞാൻ കോളേജിൽ ഒരു പരിപാടിയിൽ വന്നു, അജിതയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ നടപ്പാക്കുന്ന ഈ 2 പദ്ധതി എന്ന് പറഞ്ഞാൽ ഗുരുകാരുണ്യ പദ്ധതിയും അരുളറിവും. ഇത് ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഓരോ യൂണിയനും നടത്തുമെന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് എന്ത് കണ്ടാലും അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കണം. ഓരോ ഗിമ്മിക്ക് കാണിക്കുന്നത് നമ്മൾ ഏതാണ്ട് ആളുകളെ പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പദ്ധതികളാണ് ഇതെല്ലാം. അതേ അല്ല, ഗുരുവിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ് ഏറ്റവും പ്രാധാന്യമാണ്. അവനവൻ ആത്മസുഖത്തിനാഗ്രഹിക്കുന്നവ അവരുടെയും കൂടെ സുഖത്തിനായിട്ട് വരണം. അതാണ് ഈ ഗുരുകാരുണ്യം പദ്ധതിയിൽ വരുന്നത്. ഈ അറിവെന്ന് പറഞ്ഞാൽ അത് ഗുരു എപ്പോഴും പറയും, അറിവുണ്ടെങ്കിൽ അവന് ഏത് നിലയിൽ എത്താനും സാധിക്കത്തുള്ളൂ. അറിവില്ലാതെ പോയതാണ് നമുക്കൊക്കെ പറ്റിയ അബദ്ധം. അതിനാണ് ഗുരു പറഞ്ഞത്, സങ്കടം കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, കൃഷി വ്യവസായം ചെയ്ത് സമ്പന്നരാകുക. ഇത് 3 നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ നേരത്തെ ശാഖാ യൂണിയൻ യോഗം ഇതൊരു നമ്മൾ പറയുന്ന വനിതാ സംഘവും യൂണിയനുണ്ട്. ജനറൽ സെക്രട്ടറി എപ്പോഴും പറയാറുണ്ട്, ഈ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും 2 ചിറകുകളിലാണ് SNDP യോഗം മുകളിലേക്ക് പറന്നു പോകുന്നതെന്നാണ്. ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കണം, നന്നായി കണ്ടെങ്കിലേ വർഷങ്ങളോളം ഈ കെട്ടിടം നിൽക്കത്തുള്ളൂ. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ അടിത്തറയെന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബ യൂണിറ്റുകൾ ശക്തമാക്കുക, അതിലുള്ള ബാലവേദിയിലെ കുഞ്ഞുങ്ങളെ ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായി വളർത്തുക, കുമാരി സംഘം, കുമാര സംഘം, ഇതൊക്കെ സ്വഭാവ രൂപീകരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബാല്യകാലവും യൗവനകാലവും അത് ശരിക്കും പറഞ്ഞാൽ വളരെ നിയന്ത്രിതമായി
നമ്മൾ അനുസരണയുള്ളവരായിട്ട് മാതാപിതാ ഗുരു ദൈവം ഇതെല്ലാം നല്ല സ്വഭാവ ഉള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കിന്നിപ്പോൾ പേപ്പർ വായിക്കാനൊക്കത്തില്ല, TV കാണാനൊക്കത്തില്ല, എന്തൊക്കെയാണോ ഈ ലോകത്ത് നടക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏതോ ഒരു ശക്തി വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിലേക്കൊന്നും പോകാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ അവർക്കൊരു അവസരം കൊടുക്കാതെ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞം ഇത് ആചരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ. അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമികൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് സന്യാസിമാരെല്ലാവരും കൂടെ ഒരു ധർമ്മയാത്ര തുടങ്ങുന്നു. അതിലൊന്ന് ആശംസ പറയാനായിട്ട് വരണമെന്ന് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ പോയിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സന്യാസിമാർ ഈ നമ്മുടെ ചിറകരിയിലെ മഠത്തിൽ സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് ഈ ഗൃഹസ്ഥാശ്രമികളും ബ്രഹ്മചര്യ ആശ്രമത്തിലുമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരാൽ കഴിയുന്ന രീതിയിലേക്ക് വരികയാണ്. കലികാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ വായിച്ചുകൊണ്ട് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വാനപ്രസ്ഥത്തിലുള്ള ഒരാളിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാൻ പോയത്. സന്യാസ ആശ്രമത്തിലുള്ള സന്യാസിമാർ. അപ്പോൾ സ്റ്റേജിൽ സന്യാസിമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴെന്നെ ഒരു സന്യാസി വിളിച്ച് സ്റ്റേജിലിരിക്കും. അപ്പം ഞാൻ സ്വാമിമാരോട് പറഞ്ഞു, ഇതൊരു പ്രത്യേക മീറ്റിംഗാണ്. ഒരുപാട് മീറ്റിങ്ങുകൾ ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സന്യാസി ശ്രേഷ്ഠന്മാർ പണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴൊക്കെ ധർമ്മത്തിന് ചുതി വരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇവിടെ അവതരിക്കുന്നു. അങ്ങനെ ഒരു അവതരിച്ച അവതാര പുരുഷനാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ ധർമ്മത്തിന് ചുതി വന്നപ്പോൾ ഭഗവാന്റെയും കാൽക്കൾ ഞാൻ നമസ്കരിക്കുകയാണ്. അപ്പം വാനപ്രസ്ഥത്തിൽ പോയി എനിക്കിപ്പോൾ 75 വയസ്സുണ്ട്. അപ്പം ഞാൻ വാനപ്രസ്ഥം എന്താണെന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ചുമതലകളൊക്കെ, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുന്നത്. അതൊക്കെ ഞാൻ മക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് അവിടെ അന്വേഷിക്കാനില്ല. അപ്പോൾ ജനറൽ സെക്രട്ടറി ഇവിടെ കൂടുതൽ യാത്ര ചെയ്തിരുന്നെന്ന് ഡോക്ടർമാർ പറഞ്ഞത് കാരണം ദൂരെയുള്ള യാത്രയൊക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ സാംക്രമിക രോഗങ്ങൾ വരുന്നതാണ്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അടുത്ത ഒരു യൂണിയൻ്റെ ഒരു പരിപാടിക്ക് വരുന്നത്. ഈ പരിപാടിയിൽ കൂടെ ഒന്ന് സംബന്ധിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണെങ്കിൽ ഈ 2 പരിപാടിയിൽ കേട്ടപ്പോൾ അതിൽ കൂടുതൽ സന്തോഷം. അവിടെ കുത്തു വിതരണം, പിന്നെ എന്താണ് സുഖമില്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. മോശമെന്നല്ല ഞാൻ പറയുന്നത്. അതിന് വലിയ 2 പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ വരുന്ന തലമുറയെ നമ്മൾ രക്ഷിച്ചില്ല എങ്കിൽ SNDP യോഗത്തിൻ്റെ അടിത്തറ തന്നെ ഇറങ്ങിപ്പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ കുടുംബങ്ങളാണ് SNDP യോഗത്തിൽ താങ്ങി നിർത്തിയിരിക്കുന്നത്. ആദ്യം ജനസംഘത്തിൽ വരുന്ന കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഒരു കുടുംബമായിട്ട് വരികയാണ്. മകൻ വരും, ഭാര്യ വരും. എൻ്റെ മകള് വന്നില്ല, മകളെ ഇവിടെ ഉണ്ടായിരുന്നു. അവൾ സിംഗപ്പൂരായിരുന്നു. മറ്റൊക്കെ യാത്രയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ കുടുംബമായിട്ട് വരുന്നു എന്നുള്ളൊരു അപവാദമായിരുന്നു ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്ന് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കുടുംബമായിട്ടാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളും അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഈ സംഘടനയിൽ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഒന്നീ ബാലവേദി, അല്ലെങ്കിൽ കുമാരി സംഘം, കുമാരസംഘം, കുടുംബ യൂണിറ്റ്, അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിൽ, അല്ലെങ്കിൽ എംപ്ലോയീസ് ഫോറത്തിൽ, അല്ലെങ്കിൽ എന്താണ് പെൻഷൻ കൗൺസിലിൽ, അല്ലെങ്കിൽ വൈദിക സമിതി, ഇങ്ങനെ നാനാതരം സംഘടന ഉണ്ടാക്കിയിട്ട് ആപാലവൃദ്ധം ജനങ്ങളും ഈ സംഘടനയിൽ സംഘാടകരായിട്ടും പ്രവർത്തകരായിട്ടും വന്നിരിക്കുകയാണ്. ചില യൂണിയനിൽ ചെല്ലുമ്പോൾ എന്നോട് വന്ന് നേതാക്കന്മാർ പറയും, ചേച്ചി എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാഞ്ഞുകൊണ്ടാണ് വരാനോട്. ഞാൻ ചോദിച്ചതേ ഇല്ല കേട്ടോ. പിന്നെ മീറ്റിങ്ങിന് വരാനത്
എൻ്റെ ഭാര്യയ്ക്ക് പനി ആയതുകൊണ്ട് വരാനിരുന്നു. അപ്പോൾ യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റിനും പോലും അവരുടെ ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവരാത്ത ഒരു തെറ്റായിട്ട് അവർ കണക്കാക്കുകയാണ്. നമ്മളെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന ഒരു സംഘടനയായിട്ട് നമ്മുടെ SNDP യോഗത്തെ മാറ്റിയെടുക്കണം. SNDP യോഗത്തിൽ വന്നാൽ എന്ത് ലഭിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു നമ്മുടെ മൈക്രോ ഫിനാൻസ്. അത് ചില യൂണിയനുകളിലൊക്കെ ചില നേതാക്കന്മാർ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ച് ചില പേര് ദോഷങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം മാറ്റി നെഗോഷിയേറ്റ് ചെയ്ത് അതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനറൽ സെക്രട്ടറി മൈക്രോ കട്ട് കേട്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല, ജനറൽ സെക്രട്ടറിക്ക് എടുക്കാനും സാധിക്കത്തില്ല. ഇത് ആദ്യം കണിച്ചുള്ളവരുടെ ദേവസ്വത്തിൽ തുടങ്ങിയത് കാരണം മൈക്രോ ഫിനാൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഇനിയാണെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഇത് ബാങ്കിന് രൂപയുണ്ട്, എനിക്ക് എടുക്കാൻ അറിയത്തില്ല, ഒപ്പിട്ട് വരുന്നത് ബാങ്കിലേക്ക് ഒപ്പിടാൻ എനിക്കറിയാം, അതിൻ്റെ മുകളിൽ എഴുതാൻ എനിക്കറിയത്തില്ല. ഞാനന്നേരം ചോദിച്ചു, എനിക്ക് നാണമില്ലേ പറയാനായിട്ട്? ഞങ്ങളുടെ മൈക്രോ ഫിനാൻസിനെ പെണ്ണുങ്ങളെ ചോദിച്ചാൽ പറഞ്ഞില്ല കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാകില്ല. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള വനിതാ സംഘവും ഇന്നത്തെ വനിതാ സംഘവും തമ്മിലുള്ള വ്യത്യാസമൊന്നും നോക്കാൻ മതി. ഇപ്പോഴിവിടെ വരുന്ന വനിതാ സംഘമെല്ലാം ഒരേ യൂണിറ്റ്. അന്ന് മഞ്ഞക്കിളികളായിരുന്നു. ഇന്നിപ്പം അവരുടെ ഡ്രസ് കോഡെല്ലാം മാറി സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം അവർ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് SNDP യോഗം വേറൊരു പദ്ധതി പറഞ്ഞാലും മൈക്രോ ഫിനാൻസ് അവർ ഏറ്റെടുത്തു. അറിവ് പദ്ധതി എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ. ഇനിയൊക്കെ നമ്മൾ ഒരു കളക്ടർക്ക് 10,000 രൂപ വരെ കൊടുക്കാം കേട്ടോ. ഒരു പെട്ടെന്നൊരു ആവശ്യം നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. അത് നമ്മുടെ യൂണിയനിൽ ഒരു കുട്ടി അവിടെ ഇരുന്ന് ഇത് സഹായം കൊടുക്കാൻ മതി. അതിന് സേവന മനസ്ഥിതിയുള്ള ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ശാഖയിലും യൂണിയനിലുമുള്ള എല്ലാവർക്കും വീട് വേണ്ടവർക്ക് വീട്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകട ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് അടയ്ക്കാതെ പോയവരുണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം നമുക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരു സാമ്പത്തിക ബെനിഫിഷ്യറി നോക്കിക്കൊണ്ടല്ലാതെ ഈ സിസ്റ്റർമാർ ചെയ്യുന്ന പോലെ ഒരു സേവന മനസ്ഥിതിയുടെ അതിനാണ് അതിന് അറിവ് പദ്ധതി. അതിന് സേവന പദ്ധതി നൽകിയിട്ടത് ആ പേര് മാറ്റിയിട്ട് അറിവ് പദ്ധതി. എന്തെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. പച്ചക്കറി കൃഷി നമ്മുടെ വീട്ടിൽ നടത്തി ഞാൻ തന്നെ 25,000 രൂപ എനിക്ക് സബ്സിഡി കിട്ടും. അതുപോലെ ഈ അറിവ് പദ്ധതിയിൽ കൂടെ അതുപോലെ തന്നെ മെഷീനറികളെല്ലാം മേടിക്കാൻ സബ്സിഡി കിട്ടും. ഇതെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാത്രം മേടിക്കുന്നില്ല, ബാക്കി എല്ലാവരും പള്ളിക്കാരെല്ലാം ഞായറാഴ്ച പള്ളിയിൽ വരുമ്പം അവരെ വിളിച്ച് ഫാദർ പറയുന്നത് ഇന്ന സഹായങ്ങളുണ്ട്, നിങ്ങൾ അപേക്ഷ കൊടുക്കും, നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ നടത്താൻ പോകുന്ന ഗുരുകാര്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, അറിവുള്ളവനാണ് ഗുരു. നമുക്ക് കരുണയുണ്ടാവണം. ഇതൊന്നും പുസ്തകത്തിൽ എഴുതി പഠിക്കാനോ അവരെ പഠിപ്പിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങൾ മുതിർന്ന നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി കണ്ട് വേണം അവർ കായിക മത്സരങ്ങളാണെങ്കിൽ ആൺകുട്ടികളെ പെൺകുട്ടികളെ 1 മിനിറ്റ് വെറുതെ കളയാനായിട്ട്, അല്ലെങ്കിൽ ഈ എന്താണ് ഫോൺ നോക്കിക്കൊണ്ട് അതുപോലെ ലാപ്ടോപ്പ് ഇതെല്ലാം നമ്മുടെ കോവിഡ് വന്നപ്പോൾ നമ്മൾ അറിയാതെ പിള്ളേരുടെ കയ്യിൽ കൊടുത്തുപോയ ഒരു വലിയ തെറ്റാണിത്. ആവശ്യമുണ്ട്, ആവശ്യമില്ലാത്തവരുടെ കയ്യിൽ ചെന്നാൽ ഏറ്റവും വലിയ ബോംബ് അതാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. കഴിഞ്ഞ ദിവസം IAS കിട്ടിയ ഒരു കുട്ടി വീട്ടിൽ വന്നിരുന്നു. അപ്പം ഞാൻ മോളെ ഞാൻ വിളിച്ചിരുന്നല്ലോ നമുക്ക് അഭിനന്ദിക്കാൻ. അപ്പോൾ അവളുടെ അച്ഛൻ പറയുകയാണ്, അവൾ 3 വർഷമായിട്ട് ഫോൺ കൈകൊണ്ട് തൊടാറേയില്ല, സൈലന്റ് വിട്ടിരിക്കുകയാണ്, പഠിക്കുകയാണ്. അല്ലാത്ത സമയത്ത് അവൾ നോട്ട്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഫോൺ പോലും അവൾ കണ്ടിട്ടില്ല. കൂടെ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാണ്. ഞാൻ മോളെ ഈ റിസൾട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ മോളെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയാണ് മറുപടി പറയുന്നത്.
പഠിക്കേണ്ട കാലമാണ്. പിന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നോക്കി ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി വരും. അതൊരു പക്വത വന്ന പ്രായത്തിലാണ്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടത് മാതാവും പിതാവും ഗുരുക്കന്മാരും പറയുന്നതനുസരിച്ച് അതൊരു ബേസിക്കായിട്ട് നിങ്ങളുടെ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുള്ളൂ. കുറച്ചൊക്കെ ത്യജിക്കണം. നമ്മുടെ സുഖങ്ങൾ ത്യജിച്ചുകൊണ്ടേ നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം വലിയ വലിയ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ബുക്കുകൾ വായിക്കണം. ഇപ്പം എല്ലാവരും ബുക്ക് കയ്യിലൊന്നും തൊടാറില്ല. സ്കൂളിലെ ബുക്ക് പോലും തൊടാറില്ല. അതല്ല, IAS-നൊക്കെ പോകേണ്ടവർ കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന അതിനെപ്പറ്റിയുള്ള അറിവ് വേണം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ചോദിക്കുകയായിരുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞു 8ലെയും 9ലെയും 10ലെയും ക്ലാസ്സിൽ 11ഉം 12ലെയും പോർഷൻസ് റിവിഷൻ എടുത്ത് പഠിച്ചാൽ മതി, നിനക്ക് IAS കിട്ടുമല്ലോ. എന്നാൽ കറക്റ്റാണ് പറഞ്ഞത്. ബേസിക്കായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം അതിനകത്ത് എൻട്രൻസിന് വരുന്നത്. മുഖ്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എഴുതാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പത്രവായന വേണം. ഓരോ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ലോകം മുഴുവനും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ പുസ്തകക്കുഴുക്കളായിട്ട് പുസ്തകത്തിൽ നോക്കിയിരിക്കാനല്ല, എല്ലാ കലകളും നമ്മൾ പഠിക്കണം. ഏറ്റവും പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത് യോഗ, അതുപോലെ 2 മിനിറ്റ് 2 മിനിറ്റ് ധ്യാനം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറുപ്രായത്തിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ പറയുന്നത് മക്കൾക്ക് ദേഷ്യം. ആ ദേഷ്യം നമുക്ക് എന്താണ് അടക്കാൻ സാധിക്കും ഈ യോഗ കൊണ്ടും ധ്യാനം കൊണ്ടും. അത് നമ്മളൊരു ഗുരുവിൻ്റെ ഒരു ദർശനം കൂടെ അതിനകത്തേക്ക് ഓം എന്നുള്ള മന്ത്രം എടുത്തുകൊണ്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുരു നമ്മളെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വീടുകളിലൊന്നും നിങ്ങൾ നോക്കിയാൽ മതി. സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തി അച്ഛനും അമ്മയും മക്കളും, അല്ലെങ്കിൽ അച്ഛൻ വരാൻ സാധിച്ചില്ലെങ്കിൽ മക്കളെല്ലാവരും കൂടി രാവിലെ വൈകുന്നേരം ദൈവരസരൂപത്തിലും ചൊല്ലുന്ന വീട്ടിൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളൊന്ന് പരീക്ഷിച്ചാൽ മതി. അവിടെ അടി കൊടുത്ത് അച്ഛനും അമ്മയ്ക്കും വളർത്താം. ഈ ഒരു എന്താണ് ചിൽഡ്രൻ വെൽഫെയറുകാരോ മറ്റവരൊക്കെ വളർന്നു വന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാരതീയ സംസ്കാരം അനുസരിച്ച് മാതാപിതാ ഗുരു ദൈവം വിശ്വാസമേള ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് വളരെ പ്രയാസമാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. ഒരു ഇതാണ് ഞാൻ സിംഗപ്പൂരിൽ ചെന്നപ്പോൾ ഒരു മലേഷ്യക്കാരി എന്നോട് ചോദിക്കുകയാണ്, എങ്ങനെ ഇത്രയും നാളെ നിങ്ങൾ ഒന്നിച്ച് താമസിക്കും? ഞങ്ങളിങ്ങനെ കുട്ടികൾ പാർക്ക് കാണാൻ പോയപ്പോൾ എല്ലാവരുടെയും ഞാനിവിടെ അവിടെ കസേര ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നത് പാശ്ചാത്യ സംസ്കാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം ഭയങ്കര പ്രയാസമാണ്. എന്താണ് ഗുരു നമ്മളെ ഒരു മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ജീവിച്ചു വന്നിട്ട് ഒന്നിച്ച് ജീവിക്കണം. നമ്മുടെ ഈ ഭാരതത്തിൽ അവിടെ എപ്പോഴെന്താണ് ഭാര്യ ഭർത്താവിന് അനുസരണയുള്ള ഒരു ഭർത്താവിൻ്റെ കീഴിൽ നിന്നെങ്കിൽ മാത്രമേ കുടുംബജീവിതം നന്നായി പോകും. ഇന്നത്തെ സ്ത്രീകളോട് പറഞ്ഞാൽ ഇതൊന്നും അവർ വളർത്തത്തില്ല. എവിടെ ഒരു സ്ത്രീ ആ ഗ്രഹനായികയായി ആ വീട് സംരക്ഷിക്കുന്നുവോ അവിടെ പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് പെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ മഴ നിന്നു പോകും എന്ന് പറഞ്ഞാൽ അവർ ദേവതയേക്കാൾ അവരെ ആരാധിക്കണം. അങ്ങനെയുള്ള അമ്മമാരെയായിരുന്നു പണ്ട് നമ്മൾ ആരാധിച്ചിരുന്നത് സ്ത്രീകളെ. അപ്പോഴാണ് പറയുന്നത് സ്ത്രീ എവിടെയുണ്ടോ അവരെ സ്ത്രീയെയും പുരുഷനെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് രണ്ടും ഭാര്യയും ഭർത്താവും ഏകാത്മകമായി എവിടെ താമസിക്കുന്നു അവിടെ സർവ്വ ഐശ്വര്യവും മാത്രമേ സാധിക്കത്തുള്ളൂ. എല്ലാ രീതിയിലും ഉയർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളെന്നറിയാം. ഞങ്ങൾ വളർന്ന കാലഘട്ടം എന്തെന്നറിയാം. ആണ്. ഞങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ പോലും അറിയാൻ വയ്യ. കമ്പ്യൂട്ടറുകളുടെ ജോലിയെ അറിയാവുന്നില്ല, അറിയത്തില്ല. ഒരു ഫോൺ കയ്യിലിരിക്കൊണ്ട് ഞങ്ങളെക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ലോകത്തെ ഏത് കാര്യവും നിങ്ങളുടെ ഈ വിരൽത്തുമ്പോൾ എടുത്തു വെച്ചാൽ കൊച്ചുമോൻ എന്നെ എപ്പോഴും കളിയാക്കും. ഓരോ ക്വസ്റ്റ്യനും കൊണ്ട് വരും.
കാര്യങ്ങൾ. അരുളറിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിവ് നേടിയിട്ട് ഇപ്പോൾ അജിതയിപ്പം യൂണിവേഴ്സിറ്റി കോളേജിലായതുകൊണ്ട് ഏതൊക്കെ വിഷയമുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾ ഏത് രീതിയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടും, ഏത് നിലയിലേക്ക് പോകണം, ഇതെല്ലാം ഒരു ക്ലാസ് വന്ന് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കുവൈറ്റ് സാരഥി എന്ന് പറയുന്നത് നമ്മുടെ SNDP യോഗത്തിൻ്റെ അവിടെ പ്രവർത്തിക്കുന്നവരാണ്. അവർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരു പരീക്ഷ നടത്തിയിരുന്നു. ചെയ്തോ? കുറേ കുട്ടികൾ, അതായത് നമ്മൾ അവരെല്ലാവരും IAS IPS ചെയ്ത് അവരവിടെ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ പുസ്തകം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന തുടങ്ങാൻ ഒരു കുട്ടിയും വരുന്നില്ല, അവർക്ക് എണ്ണപ്പെട്ട് വിളിക്കുകയാണ്. ഇതാണ് കുരുത്തക്കേടെന്ന് പറയുന്നത്. ഗുരുത്വം ഉണ്ടാവണം, അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നേടിയതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ, നമ്മുടെ ടീച്ചേഴ്സിനെ വിഷമിപ്പിക്കാതെ, നമ്മുടെ നാട്ടുകാരെ വിഷമിപ്പിക്കാതെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരണം. പോയാൽ കാണാതെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പദ്യം ചൊല്ലുന്ന പോലെ ചൊല്ലി പഠിക്കാം. അർത്ഥം 10 വയസ്സ് കഴിയുമ്പോൾ പഠിക്കും. അപ്പം ശ്രീനാരായണ ഗുരു കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയാണ്, വെറുതെ ഈ മണ്ണിൽ ദൈവം. ഇത് ശ്രീനാരായണ ഗുരു ഇതുപോലെ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശൻ ചൊല്ലിയ ഒരു സമാജഗാനം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി ദിനത്തിൽ ചൊല്ലിയതാണ്. ഇത് തെറ്റാണെങ്കിൽ ഗുരുവിന് തിരുത്താമല്ലോ. കുമാരി പറഞ്ഞ സാക്ഷാൽ ബ്രഹ്മമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലേക്ക് ഒന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. മാലവേദിയിലെ കുഞ്ഞുങ്ങളും കുമാരി സംഘത്തിലെ കുഞ്ഞുങ്ങളും കുമാര സംഘത്തിലുള്ളവരും കുടുംബ യൂണിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഗുരു അവിടെയൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കാൽനടയായിട്ട് നമ്മുടെ PK മാധവൻ നടന്നാണ് അവിടുത്തെ യൂണിയനൊക്കെ ഉണ്ടാക്കിയത്. ആദ്യത്തെ 108 ശാഖയുടെ നമ്പർ ഭഗവാന്റെ ചതയത്തിനുണ്ടാക്കുന്ന പ്രാർത്ഥന, ഇതൊക്കെ കണ്ട് നമ്മൾ അതിശയിച്ചു. അങ്ങനെ ഈ കടക്കൽ യൂണിയനും മാറണം. ഗുരുവിൻ്റെ ഇപ്പം ഇവിടെ നിങ്ങളുടെ ശാഖ യൂണിയനിൻ്റെ ഇതിൽ അരുളറിവും ഗുരുകാര്യങ്ങളുടെ പദ്ധതിയൊക്കെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 നല്ല പദ്ധതിക്കും ഭഗവാന്റെ എല്ലാ കൃപാകടാക്ഷവും SNDP യോഗം കടക്കൽ യൂണിയൻ ആരംഭിക്കുന്ന ഗുരുകാരുണ്യം എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ചന്ദ്രബോസ് സാറാണ്. ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകയും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയും നമ്മുടെയൊക്കെ ഒരു അനുഗ്രഹം കൂടിയായ മാതൃകയായ ശ്രീമതി പ്രീതി നടേശനാണ്. ഓരോരുത്തരെയും പറഞ്ഞ് സമയം കഴിഞ്ഞിട്ട് എല്ലാവരും ബഹുമാനികളാണ്, ഗുരുക്കന്മാരാണ്, പരിചയക്കാരാണ്, ബന്ധുക്കളാണ്. പറയേണ്ടതെല്ലാം തന്നെ നമ്മളോട് പ്രീതിയമ്മ പറഞ്ഞു കഴിഞ്ഞു. അതാണ് കാരണം എല്ലാം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ പറഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ ജോലി ചെയ്യണം, ഏത് ജോലിയായിരിക്കും നല്ലത്, ഇതിനൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രിയങ്കാജ് സാർ നമ്മുടെ സുരേഷ് സാറും കൂടിയൊക്കെ സംസാരിച്ച് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു കുറച്ചുകൂടി വിശാലമായി പോയാലോ. അപ്പോഴവർ പറഞ്ഞു ഞങ്ങൾ ഇതേ കാര്യം തന്നെയാണ് ചിന്തിക്കുന്നത്, കുറച്ചുകൂടി വിശാലമായി പോകണം. എങ്ങനെയാണ് വിശാലമായി പോകേണ്ടത് എന്നുള്ളതാണ് ഒരു സംശയം. അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്ക് ആളുകളുടെ ചിന്തകൾ മാറണം, ഗുരുവിനെ
കൂടുതൽ അറിയണം. ഗുരുവിനെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വേണ്ടതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുന്നതാണ്. അപ്പോൾ അതെങ്ങനെ തുടങ്ങണം? നമ്മളെ തന്നെ അറിയണം, നമ്മുടെ മനസ്സറിയണം, നമ്മൾ ആരാണെന്ന് അറിയണം, നമ്മൾ കാണുന്നതാണോ നമ്മുടെ എന്നുള്ളൊരു തിരിച്ചറിവ് വരണം. ടൈറ്റാനിക് സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ? കണ്ടിട്ടുണ്ടോ ടൈറ്റാനിക് സിനിമ? കണ്ടിട്ടുണ്ട്. അതിൽ ഒരാളെ ഈ മൗലി പറയും, എനിക്ക് കണ്ടിട്ട് ചോദ്യം ചോദിക്കും. ടൈറ്റാനിക് സിനിമ വന്നതിന് ശേഷം ഐസ്ബർഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് എല്ലാവരും ഒന്ന് ഫെമിലിയർ ആയിരുന്നു. വളരെ നമുക്ക് അറിയാവുന്ന മഞ്ഞുമല. ഈ മഞ്ഞുമല പോലാണ് നമ്മുടെ മനസ്സ്. എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മഞ്ഞുമല പോലാണ്. കാരണം പുറത്ത് വളരെ കുറച്ചേ കാണുള്ളൂ. ആ കടലിന്റെ അടിയിലോട്ടായിരിക്കും ഈ മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും. നമ്മുടെ മനസ്സിനെയും അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുന്ന ആളുകളെല്ലാം നമ്മളുടെ ചിന്തകളെല്ലാം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അകത്താണ് നമ്മളെല്ലാവരും. ഇനി പവർ എടുത്ത് നോക്കിയാലും ഈ അകത്തുള്ള കാര്യത്തിനാണ് ഏറ്റവും ശക്തി. ഈ അകത്തുള്ള കാര്യത്തിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ അറിവ് നേടുന്നതിൽ വളരെയേറെ മുന്നോട്ട് പോകും. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല കുടുംബം, നല്ല ജീവിതം, നല്ല ജോലി, നന്നായി സമ്പാദിക്കുന്ന സമ്പാദ്യം, ധനം, നല്ല വഴിയിലൂടെ, നേരായ വഴിയിലൂടെ സമ്പാദിക്കുന്ന ധനം, ഇതിനെല്ലാം വളരെ വിലയുണ്ട്. അപ്പോൾ ആ വില മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്തോട്ട് വരണമെങ്കിൽ നമ്മുടെ ഈ സബ് കോൺഷ്യസ്, അതായത് ഉപബോധ മനസ്സിനെ മനസ്സിലാക്കുകയും അതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയും അതുവഴി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ തന്നെ സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകത്തിൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ കൂടി വരും. നല്ല കാര്യം കേട്ടാൽ നല്ലത് കൂടി വരും. ഇനി ഒരുപക്ഷെ നമ്മൾ മോശം കാര്യമാണ് കേൾക്കുന്നതെങ്കിൽ മോശം കൂടി വരും. അപ്പോഴെന്താണ് കേൾക്കേണ്ടത്? നല്ല കാര്യം കേൾക്കണം. നല്ല കാര്യം കേൾക്കണമെങ്കിൽ കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞത് നമ്മൾ തന്നെയാണ്, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു പുതിയ കുഞ്ഞിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ വീട്ടിലുള്ളവർ നടത്തിയേ മതിയാകും. അങ്ങനെ നടത്തണമെങ്കിൽ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം? അതിനൊരു സഹായം തീർച്ചയായിട്ടും അറിവറിവ് പദ്ധതിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയണം. നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങളുടെ ചിന്തകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചോദ്യം വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ കടക്കൽ യൂണിയൻ കാണണം. 2-3 ശാഖകളെ ചേർത്ത് വെച്ച് ഒരു സെന്റേഴ്സ് ഉണ്ടാക്കുക. അങ്ങനെ കടക്കൽ യൂണിയനെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവരിക. ഈ 2-3 സെന്റേഴ്സിൽ നമ്മുടെ ഒത്തിരി കുട്ടികൾ ആദ്യം പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ നല്ല ഡിഗ്രി ഉണ്ട്, പക്ഷേ പ്രാക്ടിക്കലി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഒത്തിരി പേരുണ്ട്. നല്ല കഴിവുണ്ട്. അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ കൗൺസിലേഴ്സാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്ത്, അതിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം നിന്ന് കൊടുക്കുക എന്നുള്ളൊരു ട്രെയിനിങ്, മാനസിക ശക്തി കൊടുക്കുക എന്നുള്ള ട്രെയിനിങ്, അതിനോടൊപ്പം തന്നെ എന്തൊക്കെ വിദ്യാഭ്യാസം നേടണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസം നേടണം എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴാരും വേണ്ട. നമ്മുടെ ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, മനസ്സിലായില്ലേ? ഇതെല്ലാം വന്നത് കാരണം ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അറിയാൻ പറ്റും. പക്ഷെ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യരാകുക എന്നുള്ളത് പറഞ്ഞു തരിക എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ക്ലസ്റ്ററുകൾ എന്നാണ് ഞങ്ങളതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് ആ ക്ലസ്റ്ററുകളിലേക്ക് കൗൺസിലേഴ്സിനെ, അതായത് ഇതൊക്കെ ഒരു മനസ്സിൽ നിന്ന് വരുന്ന, താല്പര്യത്തോടുകൂടി വരുന്ന ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ആ താല്പര്യമുള്ളവരെ കണ്ടെത്തി ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുക. ആ ക്ലസ്റ്റർ നമ്മുടെ ഓരോ കാര്യത്തിനും ഒപ്പമുണ്ടായിരിക്കും എന്ന് ഉറപ്പ് തരിക. ഇതുവഴി ഗുരുവിൻ്റെ ദർശനങ്ങളെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക, ചേർത്ത് നിന്ന് തരിക. ഇനി അതിലൂടെ അറിയണം,
ഒരുപക്ഷെ വിദ്യാഭ്യാസം നമ്മൾ ഈ പറഞ്ഞ ChatGPT ജെമിനിയും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണം, അല്ലെങ്കിൽ അത് നമുക്ക് നോക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ കുട്ടി നോക്കിയത് ശരിയാണോ എന്ന് അച്ഛനമ്മമാർക്ക് സംശയമുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളുടെ അറിവറിവ് കേന്ദ്രങ്ങളെ സമീപിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടുന്ന ഞങ്ങളുടെ ടീം കണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ കൂടെ ചേർത്ത് നിർത്തി ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വളരെയേറെ പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഗുരു നിത്യചൈതന്യയിൽ. ഗുരു പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. കാരണം നമ്മളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക, ഒന്ന് മാറ്റിയെടുക്കുക. കാരണം നമ്മളെല്ലാവരും വളരെ മിടുക്കരാണ്, വളരെ കഴിവുള്ളവരാണ്. ഒരു കഴിവുമില്ലാതെ ഒരു കുഞ്ഞും ഈ ഭൂമിയിലോട്ട് വരില്ല. ആ കുഞ്ഞല്ലേ നമ്മൾ വലുതായി നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ഇനിയും ഉണ്ട് കഴിവുകൾ, ഇനിയും ഒത്തിരി കഴിവുകളുണ്ട്, കണ്ടെത്തിയിട്ടില്ലാത്ത കഴിവുകൾ ഇനിയുമുണ്ട്. അത് കണ്ടെത്താനും കൂടിയുള്ള ഇടങ്ങളായിട്ട് നമുക്ക് ഈ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ അറിവിനെ കുറിച്ച് ലളിതമായി പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇത് നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും കടയ്ക്കൽ യൂണിയൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സംരംഭമായി മാറും എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതായത് അത് നടക്കും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടന്നില്ല. രണ്ടാമത്തേത് ഗുരുകാരുണ്യ പദ്ധതിയാണ്. ചില സമയങ്ങളിലെല്ലാം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും നമ്മളെ ആരും സമീപിക്കണമെന്നില്ല. അതേസമയം ചില സമയങ്ങളിൽ നമ്മൾ ആരെങ്കിലും സമീപിക്കും, അങ്ങനത്തെ സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളെ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ടാവും, സഹായം ആവശ്യമുള്ളവരുണ്ടാവും. ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് യോജിപ്പിക്കാം, ഒന്ന് കൂട്ടിയിണക്കാം. നമ്മുടെ കടയ്ക്കൽ യൂണിയൻ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ഗുരുകാരുണ്യം പദ്ധതി. നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു അക്കൗണ്ടിൻ്റെ QR കോഡ് തരും. നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു തുക മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അത് എത്ര ചെറുതോ ആകട്ടെ എത്ര വലുതോ ആകട്ടെ, ഇങ്ങനെ മാറ്റി വയ്ക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ആ തുക ആ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. അത് പലതുള്ളി പെരുവെള്ളമാണല്ലോ. പലയിടത്തു നിന്ന് കിട്ടുന്ന 10 രൂപയാകട്ടെ 50 രൂപയാകട്ടെ 100 രൂപയാകട്ടെ ഇതെല്ലാം ചേർന്നിരിക്കുമ്പോൾ ആവശ്യമുള്ള ആളുകൾ വരും. ആവശ്യമുള്ള ആളുകൾക്ക് ഇതിൽ നിന്ന് സഹായം നമ്മൾ ചെയ്യും. ഇനി അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടാതിരിക്കാൻ തീർച്ചയായിട്ടും അതിനുമൊരു ഇൻസ്പെക്ഷൻ കമ്മിറ്റി കാണും. കാരണം ഈ ആവശ്യമായിട്ട് വരുന്നു എന്ന് പറയുന്നത് യഥാർത്ഥ ആവശ്യക്കാരൻ തന്നെയാണോ? കാരണം യഥാർത്ഥ ആവശ്യക്കാരൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. യഥാർത്ഥ ആവശ്യക്കാരൻ തന്നെയാണോ എന്ന് ഈ കമ്മിറ്റി ഒന്ന് വിശകലനം ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ ആവശ്യക്കാരനിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായി ഒരു കുടുംബം പോലെ ഒരു ശക്തിയായിട്ട്, കാരണം എവിടെ ചെന്ന് നോക്കിയാലും നിങ്ങൾക്കറിയാം, നമ്മളൊരു ശക്തിയാണെങ്കിൽ നമ്മുടെ പിറകെ വീണ്ടും വീണ്ടും ആളുകൾ കാണും. നമ്മൾ ഒറ്റയാണെങ്കിൽ നമ്മുടെ പിറകെ ആരും കാണില്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു ശക്തിയായി നിൽക്കാനാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രമിക്കുന്നത് നമ്മളെ ശക്തിയാക്കാനാണ്. നീരോടെ നെഞ്ചുറപ്പോടെ നട്ടലോടെ നിന്ന് ഞാൻ ഈഴവ സമുദായ അംഗമാണെന്ന് പറയാൻ പഠിപ്പിച്ചത് നമ്മുടെ നേതാവാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഓരോരുത്തർക്കും ഈ ആഗ്രഹമുള്ളതുകൊണ്ടാണ്, ആ നിയോഗമുള്ളതുകൊണ്ടാണ് നമ്മളിന്നിവിടെ എത്തിയത്. ഞാനും ഇതിനൊരു നിയോഗമായിട്ടാണ് കാണുന്നത്. ഇന്ന് സാരി കറുപ്പായപ്പോൾ എൻ്റെ പ്രവർത്തകർ ചോദിച്ചു, ഇതെന്താ ഈ സാരിയിൽ വന്നത്? നിങ്ങൾക്കറിയാമോ, ഞാൻ സുന്ദരിയാണെന്ന് അറിയാമല്ലേ? ഇവരെ കുശുമ്പ് കാരണം ഇങ്ങനെ ഒരു കളർ കോഡ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അങ്ങനെ സൗന്ദര്യം മക്കൾക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇവരെന്നെ അറിയിച്ചില്ല കളർ കോഡ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ നിങ്ങൾ ഇപ്പം ടി വിയിൽ കാണുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു ശനിദശയിലെ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ അങ്ങോട്ട് വിളിപ്പിക്കുന്നു, രജിസ്ട്രാർ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കറുപ്പിട്ടാൽ ശനിദേവന്റെ അനുഗ്രഹം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കറുപ്പ് പോയിട്ട് ഇറങ്ങിയതാണ്.
മനസ്സ് നല്ല പട്ടുപോലെ വെളുത്തതാണ്. അതിനൊരു മഞ്ഞ കളറും കൂടി ഉണ്ട്. വേണമെങ്കിൽ വലിയ മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴെപ്പോഴും ഞങ്ങളുടെ പദ്ധതി നിങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നറിയാം. നിങ്ങൾ അതിനെ ഒന്ന് ഒരു റിയൽ ഫോമിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ തന്നെ യോഗ അവസാനിപ്പിക്കുന്നതാണ്. ആ രീതിയിൽ പോകരുത്. നമുക്ക് ഇവിടെ മുതിർന്ന ആളുകളെ സുഹൃത്തി ഭാഗമായി ആദരിക്കണം. SSLC +2 വിദ്യാർത്ഥികളുടെ അവാർഡ് വിതരണം നടത്തണം. ശാരദോത്സവം വിജയികളെ അനുമോദിച്ചുകൊണ്ടുള്ള അവരുടെ മൊമെന്റോ കൊടുക്കണം. ഇപ്പൊ മുഖ്യ പ്രഭാഷണം നടത്താൻ SNDP യോഗ കൗൺസിലർ പച്ചൻ സന്ദീപിനെ ക്ഷണിക്കും. വളരെയേറെ ബഹുമാനമുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രബോസ് അവർ, വളരെയേറെ ബഹുമാനമുള്ള യോഗം ഉദ്ഘാടനം ചെയ്ത SN ബോർഡ് മെമ്പർ ശ്രീ നടേശൻ അവർക്ക്, പ്രിയമുള്ള യോഗത്തിന് സ്വാഗതം പറഞ്ഞ യൂണിയൻ സെക്രട്ടറി കെ പ്രേംരാജ് അവർ, ഇവരുടെ അറിവ് പദ്ധതിയെക്കുറിച്ച് ഇവിടെ വിവരിച്ച ഡോക്ടർ അജിത, ആശംസകൾ അർപ്പിക്കുന്ന പ്രാണികൃഷ്ണൻ, മനുരാക്ഷൻ, മാധുരി, അമൃതാസൻ, വിജയൻ, ജയപ്രകാശ്, സുധാകരൻ, വിജയമ്മ, അനിൽകുമാർ, ബ്രഹ്മകുമാരി, അജിതാപ്പി, സുജാത, എസ് വത്സല, അനുമണി, സിന്ധു രാമകൃഷ്ണൻ അടക്കമുള്ള ഈ യോഗത്തിൽ നന്ദി പറയുന്നു. നിധി രാജേഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താനുള്ള സമയക്കുറവുണ്ട്. എന്നിരുന്നാലും നമ്മുടെ യൂണിയന്റെ നേതൃത്വത്തിൽ ശാരദോത്സവം എന്നൊരു പ്രോഗ്രാം നടത്തിയത് എല്ലാ ശാഖയിലുമുള്ള ചെറിയ മക്കൾ മുതൽ മുതിർന്ന അംഗങ്ങൾ വരെ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാനുള്ള അവസരമാണ് യൂണിയൻ ഒരുക്കിയത്. ഇത് മറ്റൊരു സ്ഥലത്തൊരു യൂണിയനിൽ ഈ പദ്ധതി നടത്തുകയും അവിടെ ഇത് വരും വിജയമാക്കിയതിന് ശേഷമാണ് നമ്മുടെ യൂണിയനിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ നമ്മൾ വന്ന സമയം ചെറുതായിട്ട് കുറച്ച് സമയമാണ് നമ്മൾ വയ്ക്കുന്നത്. അടുത്ത വർഷം മുതൽ നമ്മുടെ ശാഖകളോടും ഒരു ശാരദോത്സവ പരിപാടി പ്രോഗ്രാം ഇട്ടുകൊണ്ട് ഓരോ ശാഖകളിലും ഈ മത്സര പരിപാടികൾ നമ്മൾ നടത്തിയിരുന്നു. ചെറിയ മക്കൾ മുതൽ അവർക്ക് നന്നായി പാടാൻ അറിയാവുന്ന ആൾക്കാരുണ്ടായിരിക്കും, നന്നായി ഡാൻസ് കളിക്കാൻ കഴിയാവുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് നന്നായി പടം വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, നല്ല പ്രാസംഗികരാക്കുക, നല്ല പ്രസംഗ മത്സരം നടത്തും, നല്ല ടാലന്റ് ടെസ്റ്റുകൾ നമ്മൾ നടത്തും, ക്വിസ് പ്രോഗ്രാമുകൾ നടത്തും നമ്മൾ. അതുപോലെ തന്നെ പല പല പരിപാടികൾ, ഗുരുവിനെ കുറിച്ചിട്ടുള്ള പല പരിപാടി, ഗുരുവിന്റെ കൃതികളൊക്കെ ചൊല്ലാനൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പ്രോഗ്രാം നമ്മളോട് നടത്തും. അതേപോലെ മുതിർന്ന ആൾക്കാർ, പലപ്പോഴും പല മുതിർന്ന അംഗങ്ങൾക്ക് നന്നായി ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ജീവിത സാഹചര്യം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ സംഘടനാ പ്രവർത്തനം ഒരു കുടുംബ പ്രവർത്തനമായി മാറ്റുക എന്നുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങളെ അവൻ പഠിച്ചു വരുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ ഡിഗ്രി PhD ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂ പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ അത് ആൾക്കാർക്കും പറ്റത്തില്ല. ഒരു മൈക്കെടുത്ത് കൊടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞാൽ മൈക്കിന് മുന്നിൽ എത്ര പേര് ആൾക്കാർ മുന്നിൽ ഒന്ന് നിൽക്കാൻ പറഞ്ഞാൽ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള കുട്ടികളെ അതിനൊക്കെ നമ്മൾ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ശാരദോത്സവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുവഴി ഗുരു അറിവ് എന്നുള്ള പദ്ധതി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാ കുഞ്ഞുങ്ങളും നല്ല മിടുക്കരായിട്ട് വളർന്നു വരണമെന്നാണ് യൂണിയൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ച് സഹായങ്ങളിലേക്ക് പദ്ധതി കൊണ്ടുവന്നത്. ഗുരുവിനെ കുറിച്ച് ഭംഗിയായി അറിയണം. ഗുരുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നല്ലൊരു അടുക്കും ചിട്ടയും ഉണ്ടാവും, ജീവിതത്തിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും, അവൻ എങ്ങനെ നല്ല വിദ്യാഭ്യാസം നേടണമെന്ന് അവൻ അറിയാൻ സാധിക്കും, നല്ലതുപോലെ ജീവിക്കണമെന്ന് അവൻ മനസ്സിലാക്കാൻ സാധിക്കും, നല്ലതുപോലെ തൊഴിൽ ഉണ്ടാവണമെന്ന് അറിയാം, പൊതു സമൂഹത്തിൽ എങ്ങനെയാണ് നന്നായി പെരുമാറണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കുഞ്ഞുനാൾ മുതലേ രവിപാല പാഠശാല എന്ന് പറയുന്ന പദ്ധതി വഴി നമ്മൾ ഈ ഗുരു അറിവ് എന്ന് പറയുന്ന പദ്ധതിക്ക് പല പല അതിന് അജണ്ടകളുണ്ട്, പല പല അതിൻ്റെ സിസ്റ്റമുണ്ട്. അതനുസരിച്ച് വരും. കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്ക് ഒക്കെ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നതായിരിക്കും. ശ്രീനാഥ ഭഗവാനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ നല്ല ആൾക്കാരെയാണ് നമ്മൾ ഇതിന്റെ കോർഡിനേറ്റർമാരായിട്ട് എടുക്കുന്നത്. ഇവർ 3 പേര്. ഇവർ 3 പേരോടൊപ്പം തന്നെ ഇതിന് നല്ലൊരു ടീമിനെ നമ്മൾ ഇതിനെ കണ്ടെത്തിക്കൊണ്ടുവരും. സ്ഥിരമായി ഗുരുവിന്റെ നേതൃത്വത്തിൽ ഗുരുവിനെ കുറിച്ചുള്ള പഠന ക്ലാസുകൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ യോഗം ജനറൽ സെക്രട്ടറി ഇപ്പം കാണുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗവൺമെന്റ് ജീവനക്കാരായിട്ട് മാറ്റാനാണ് യോഗം ജനറൽ സെക്രട്ടറി ശ്രമിക്കുന്നത്. ഇപ്പൊ എംപ്ലോയീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ എംപ്ലോയീസ് ഫോറം സംഘടന എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിലുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായിരിക്കും,
ഗുരുകാരുണ്യം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള കഷ്ടതകൾ അനുഭവപ്പെടുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവന് കയ്യിൽ ഒരു 100 രൂപ കാശെങ്കിലും നമുക്കങ്ങനെ കൊടുക്കാൻ, ഒരു 100 രൂപയെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിക്കാനെങ്കിലും പറ്റും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ഗുരു ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൂടെയുള്ള ആരും കഷ്ടത അനുഭവപ്പെടരുത് എന്നുള്ളൊരു മനസ്സ് ഗുരുവിനുണ്ടായിരുന്നു. അതുവഴി ഗുരുകാരുടെ പദ്ധതി വഴി നമ്മൾ നമ്മുടെ അംഗങ്ങളുടെ കഷ്ടതകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിനായിരിക്കും ചെയ്യുന്നത്. അതിന് നല്ല മനസ്സ് ഉണ്ടാവണം. അപ്പം നമ്മൾ ഈ ഗുരു അരുൾ എന്ന് പറയുന്ന പദ്ധതി വഴി നമ്മൾ ആ നല്ല മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കും. ഗുരുവിനെ നിങ്ങൾ കൂടുതൽ അറിയുമ്പോൾ, ഗുരുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് നല്ലതുണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ നല്ലത് ചിന്തിക്കാൻ പറ്റും. ഗുരുവിനെ എപ്പോൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാൻ തുടങ്ങുന്നു, അപ്പം മുതൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ വഴി നമ്മുടെ ഒപ്പമുള്ള അംഗങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ ആയിരിക്കും ഗുരുകാരുണ്യ പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. SNDP യോഗം കടക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ പരിപാടികൾ ഇങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. ഇതുകൊണ്ട് ഇത്രയും അംഗങ്ങളുള്ള കണ്ടതിലൊക്കെ വളരെയേറെ സന്തോഷം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രീതി അമ്മ തന്നെ ഇതിനൊരു തിരി കൊടുക്കണം എന്ന് കത്തിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കാരണം പ്രീതി അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ, അതായത് വിമാന പാഠശാല, ബാലജന യോഗം, നമ്മുടെ കുമാരസംഘം അംഗങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണമെന്നാണ് പ്രീതിയമ്മ എപ്പോഴും പറയുന്നത്. മുൻപ് പ്രീതിയമ്മ എപ്പോഴും പറയും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം പ്രവർത്തകർ നിങ്ങൾ സജീവമായി പ്രവർത്തിക്കണം. പക്ഷെ ഇപ്പോൾ സംഘടനയിൽ വളരെ ഭംഗിയായ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ നന്നായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ പ്രീതിയമ്മ വേണ്ടതാണ് ഈ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരണം, അവരെ കൂടെ കൊണ്ടുവരണം. പണ്ടേ ഈ കാര്യം എപ്പോഴും പറയും. ഇപ്പൊ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യോഗ തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ മക്കളെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാക്കി മാറ്റുക. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പുറകെ പോകാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരെ വഴി കൊണ്ടുപോകാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മുതിർന്ന അംഗങ്ങളും നമ്മളോടൊപ്പം ചേരുക. ഇതിനാർക്കും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലവുകളൊന്നും വരുന്നില്ല. അതൊക്കെ നമ്മൾ നോക്കണം. യൂണിയൻ നോക്കിക്കോളും. ക്ലാസ്സിൽ എടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ നിങ്ങൾ അടുത്തോട്ട് വരും. നമ്മുടെ കുടുംബയോഗങ്ങളിലേക്ക് വരും. ഇതുവഴി നമ്മൾ കുടുംബയോഗങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കും. 10-25 വീടുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പറയുന്ന ഗുരുകാരുണ്യ പദ്ധതിയാണെങ്കിലും ഗുരു അരുൾ പദ്ധതിയാണെങ്കിലും നിങ്ങൾ അടുത്ത് വന്നത് ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു നല്ലൊരു സംവിധാനം നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അതിനുവേണ്ടി യോഗ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ 50,000 രൂപ ആ ഫണ്ടിലേക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. 1000 രൂപ വെച്ച് 50 പേർക്ക് ഒരു ചികിത്സാ സഹായം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിരിക്കുന്നത് നല്ല മനസ്സോടെ ചെയ്യണം. ഒരു ആള് നമ്മുടെ കൂടെ സുഖമില്ലാതെ കിടക്കുന്ന ആളുണ്ടെങ്കിൽ അവന് പോയിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തരൂ എന്ന് കർശനമായി നമ്മളോട് പറയാൻ പാടില്ല. നമ്മുടെ ശാഖയോഗ സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ ആ ആളുകൾക്ക് പോയി കാണണം. അവൻ അസുഖമുണ്ടോ, ഒരു ചിലപ്പോൾ എല്ലാവരെയും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലാക്കി ശാഖയോഗ സെക്രട്ടറി റെക്കമെൻഡേഷൻ ഇട്ടതാണ് യൂണിയൻ വിദ്യാർത്ഥികൾ കൊടുക്കണം എന്ന് തരാൻ. അങ്ങനെ ജനറൽ സെക്രട്ടറി തുടക്കം കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 50,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ തന്നിട്ടുണ്ട്. ആ പദ്ധതി നമ്മുടെ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ, അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പദ്ധതി നമ്മൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഒപ്പം നിർത്താൻ സഹായിക്കാൻ നമ്മൾ ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശാഖായോഗങ്ങളും ഇതുപോലെ തന്നെ ആക്റ്റീവായി പ്രവർത്തിച്ച് നമ്മുടെ ശാഖ എന്ന് പറയുന്നത് ഓരോ ശാഖയുടെ കീഴിലുള്ള മുഴുവൻ വീടുകളും നമ്മളുമായിട്ട്, നമ്മുടെ സംഘടനയുമായിട്ട് ചേർന്ന് നിൽക്കണം. നമ്മുടെ സംഘടനയിലോട്ട് വരുമ്പോൾ അവന്റെ കുടുംബത്തിനും അവന്റെ മക്കൾക്കും അവർക്കും ഉപയോഗമുണ്ട് എന്നൊരു തോന്നലും ചിന്തയും ഉണ്ടാകണം. കാരുണ്യമായിട്ട് അവരവരുടെ വീടുകളിൽ നടക്കുന്ന എല്ലാ മുഴുവൻ കാര്യങ്ങളിലും നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തകർ അവരോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. നേരത്തെ പ്രീതിയിൽ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും ശാഖയിൽ വരുമെന്ന്. നമ്മുടെ ഇവിടുത്തെ വീടുകളിൽ നിന്ന് ഓരോ ശാഖയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരെണ്ണമെങ്കിലും വരുമോ? വരത്തില്ല, പലയിടത്തും വരത്തില്ല. ആ സിസ്റ്റം മാറണം. നമ്മുടെ കൂട്ടായ്മ ഉണ്ടാകണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമുദായമാണുള്ളത്. ഇന്നിവിടെ മൈക്രോ ഫൈനാൻസ് പദ്ധതി രൂപം കൊടുത്തത് നമ്മളാണ്. ഇവിടെ കുടുംബയോഗം രൂപം കൊടുത്തത് നമ്മളാണ്. അങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കിയത് നമ്മളാണ്. കേരളത്തിന് ആദ്യത്തെ സംഘടന നമ്മളാണ്. അപ്പം നമ്മളായിരിക്കണം ഏറ്റവും നല്ലത്. ഇന്ന് ഈ സംഘടന നന്നായി നയിച്ചു കൊണ്ടുപോകാൻ SNDP യോഗത്തിന് നല്ല നേതാക്കന്മാരുണ്ട്. യോഗം ജനറൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവരും കൂടെ നിൽക്കണം, ഒപ്പം നിന്ന് സഹകരിക്കണം. ഈ പറയുന്ന 2 പദ്ധതികളും നമ്മുടെ കൂടെ നിന്ന് വിജയിപ്പിക്കാനുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
കേരള സാഹിത്യ അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ പ്രസ്തുത പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ബാബു നരേന്ദ്രൻ, കടക്കൽ ബാബു നരേന്ദ്രൻ ഒരു ഗുരുദേവ ഗീതം ആലപിക്കും. വേദിയിലും സദസ്സിലുമുള്ള അഭിനന്ദന ഗുരുമാനസരെ നിങ്ങൾക്ക് എൻ്റെ പ്രണാമം. വന്ദനം ഗുരുവന്ദനം പദസേവനം മോക്ഷദായകം ആനന്ദം പരമാനന്ദം തവദർശനം പരമാനന്ദം വന്ദനം ഗുരുവന്ദനം പദസേവനം മോക്ഷദായകം കോടി സൂര്യ പ്രഭ ചൊരിയും ഭാവസുന്ദരീകരം നയനമോഹന ദർശനം തവ സൗമ്യ സാന്ത്വനഭാവുകം വന്ദനം ഗുരുവന്ദനം പദസേവനം മോക്ഷദായകം ആനന്ദം പരമാനന്ദം തവദർശനം പരമാനന്ദം രാഗതാളസമ്മേളിതം മധുഗാനരഞ്ജിതസഞ്ജിതം രാഗതാളസമ്മേളിതം മധുഗാനരഞ്ജിതസഞ്ജിതം ഭൂരിമോദവിലാസിതം ഭവസാന്ദ്രസാഗരമാനസം ഭൂരിമോദവിലാസിതം ഭവസാന്ദ്രസാഗരമാനസം ജന്മരക്ഷകപാലക തവ സാമുഖ്യം സുഖലോലുപം ജന്മരക്ഷകപാലക തവ സാമുഖ്യം സുഖലോലുപം സാധുജീവനരക്ഷകം ഭവതൃപദം മനസൗഭഗം സാധുജനജീവനരക്ഷകം ഭവതൃപദം മനസൗഭഗം സുവർണകാന്തിമുഖാംബുജം സുസ്മേരഭാവവിരാജിതം സുവർണകാന്തിമുഖാംബുജം സുസ്മേരഭാവവിരാജിതം യോഗസംഗ്രഹവൈഭവം തവ ജന്മ സുഭഗനിയോഗിതം സുവർണകാന്തിമുഖാംബുജം സുസ്മേരഭാവവിരാജിതം യോഗസംഗ്രഹവൈഭവം തവ ജന്മ സുഭഗനിയോഗിതം വന്ദനം
ഇവിടെ നല്ലൊരു ഗാനം ആലപിച്ച സംഗീതജ്ഞൻ ഡോക്ടർ ബാബു നരേന്ദ്രന് SNDPO കടക്കൽ യൂണിയന്റെ സ്നേഹാദരവ് ബഹുമാനിയായ പേടിയമ്മ നൽകുന്നു. ശ്രീ PK സുമേഷ് കേരള സർവകലാശാലയിലെ കോളേജുകളിലെ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർമാരിൽ മികച്ച പ്രോഗ്രാം ഓഫീസറായി ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടു. SNDPO 1066 നമ്പർ നിലമേൽ ശാഖയിലെ അംഗമാണ്. ശ്രീ PK സുമേഷിന് ആദരവ്. ഡോക്ടർ ഗ്രീഷ്മ 2025 MBBS MD പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ SNDPO 3907 നമ്പർ ആക്രമണ ശാഖയിലെ അംഗമാണ്. ഡോക്ടർ ഗീതിക ജയദാസ് നാഗപ്പൂർ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ നിന്നും MBBS പരീക്ഷ പാസ്സായി. SNDPO 991 നമ്പർ വെള്ളാപ്പൂർ ശാഖയിലെ അംഗം. സോണി BS അഹല്യ 2025 MBBS MD പരീക്ഷയിൽ ഉന്നത വിജയം നേടി. SNDPO 3907 നമ്പർ ആൽപ്പറമ്പ് ശാഖയിലെ അംഗം. ഈ പുരസ്കാര ജേതാക്കൾ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട രക്ഷാകർത്താവോ ശാഖാഭാരകളോ വന്ന് പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടതാണ്. നമ്മുടെ SNDPO-ത്തിന്റെ മുതിർന്ന നേതാക്കന്മാരെ ആചരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി SNDPO-ത്തിന്റെ കടക്കൽ യൂണിയനിലെ ഏറ്റവും മുതിർന്ന അംഗവും ഇപ്പോഴും പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പാങ്ങനാട് ശശിധരൻ അവരെ ആദരിക്കുന്നു. ഇനി പേര് വായിക്കുന്ന വ്യക്തികൾ ഈ സ്റ്റേജിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ സഹായവും ഭാരകൾ വന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി അവരെ ആദരിക്കണം. ശ്രീ തുളസീധരൻ ജി മുൻ ശാഖ കമ്മിറ്റി അംഗം ആൽപ്പറമ്പ്. ശ്രീ വിജയൻ SNDPO കടക്കൽ യൂണിറ്റ് മുൻ വൈസ് പ്രസിഡന്റും കേരള ശാഖയുടെ മാധ്യമ ശ്രീ സുന്ദരേശ സാർ. അദ്ദേഹം ഇല്ലെങ്കിൽ അവിടുത്തെ ശാഖ സെക്രട്ടറി വന്ന് അദ്ദേഹത്തിന്റെ നിലമേൽ ശാഖയുടെ നിലവിലെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ സുരേന്ദ്രൻ. അദ്ദേഹം രോഗശയ്യരാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദരിക്കുന്ന ശാഖാ സെക്രട്ടറി വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. കൊച്ചാരമണി ശാഖയുടെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന ശ്രീ N ധർമ്മദേവൻ സാർ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അത് ആ ശാഖയുടെ ഭാരവാഹികൾ വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്.
2650 ആക്കൽ ശാഖയുടെ ആദ്യകാല പ്രവർത്തകൻ ശ്രീ ഒ ശിവദാസൻ. വളോജ ശാഖയുടെ ആദ്യകാല പ്രവർത്തകൻ SNDP കടക്കൽ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡയറക്ടറുമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ കെ സദാനന്ദ സാർ, ശാഖയുടെ ദീർഘകാല പ്രസിഡന്റായിരുന്ന ശ്രീ കെ സുധാകരൻ സാർ, ഇടമാൻ ശാഖയുടെ ആദ്യകാല മുതിർന്ന നേതാവും നിലവിൽ ശാഖയുടെ പ്രവർത്തനങ്ങൾ യൂണിയൻ വൈസ് പ്രസിഡന്റുമായ ശ്രീ സഹദേവൻ സാർ, കടക്കൽ ടൗൺ ശാഖ ശ്രീ കെ എൻ ദേവരാജൻ, മുൻകാല പ്രസിഡന്റ് ശ്രീ ആർ രവീന്ദ്രൻ, SNDP കടക്കൽ യൂണിയൻ ഡാക് ബോർഡ് അംഗം ശ്രീ ചന്ദ്രശേഖര ബോസ്, മുൻകാല ഡാക് ബോർഡ് അംഗം ശ്രീ വിദ്യാധരൻ വൈദ്യൻ, മുൻകാല സഹപ്രവർത്തകൻ ആനപ്പാറ, ശ്രീ വിദ്യാധരൻ, മുൻകാല സഹപ്രവർത്തകൻ ശ്രീ കെ ദാസ്, മുൻകാല സഹപ്രവർത്തകൻ ശ്രീ ത്രിവേണി ഗോപിനാഥൻ, മുൻകാല സഹപ്രവർത്തകൻ. ഇടത്തര ശാഖ ശ്രീ ദാസൻ, ശ്രീ ധർമ്മരാജൻ, ശ്രീ ശശിധരൻ, ശ്രീമതി രഞ്ജിനി. ആറ്റുപുറം ശാഖ ശ്രീ ധർമ്മരാജൻ, പുരുഷോത്തമൻ പൂജാരി, ശ്രീ ജയശോഭനൻ, മുൻ ശാഖാ പ്രസിഡന്റ്, ശ്രീ ആക്കൽ ശാഖ എൻ ശിവദാസൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം. പാങ്ങനാട് ശാഖ ശ്രീ സംഘടന 3485 സംഘടന ശാഖ ശ്രീ രഘുവരൻ, മുൻ ശാഖാ പ്രസിഡന്റ്. ശ്രീമതി സോമലത, മുൻ ശാഖാ പ്രസിഡന്റ്. അടുത്തതായി ശാരദോത്സവത്തിന്റെ വിജയികൾക്കുള്ള മൊമെന്റോ വിതരണമാണ്. നെടുവൻപാവം ശാഖയുടെ മുൻകാല പ്രവർത്തകൻ ശ്രീ പുഷ്കരൻ അവരുടെ ആദരിക്കുന്നു. ശാരദോത്സവത്തിന്റെ വിജയികൾക്കുള്ള മൊമെന്റോയാണ് അടുത്തമായി കൊടുക്കുന്നത്. അവരുടെ പേര് നൃത്തശില്പം ദേവദർശനം UP വിഭാഗം ആറ്റുപുറം ശാഖയിലെ അനുപമ. നൃത്തശില്പം പ്രസംഗം LP വിഭാഗം ആറ്റുപുറം ശാഖയിലെ ഉത്തരജാലക്ഷ്മി. ദേവദർശനം HS വിഭാഗം സിംഗിൾ 1962 ആറ്റുപുറം ശാഖയിലെ ആദ്യലക്ഷ്മി. അതുപോലെ ശാഖയുടെ മുൻ സെക്രട്ടറി ശ്രീ പ്രതാപൻ സാറും സുഖമില്ലാതെ കിടക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിൽ വെച്ച് അദ്ദേഹത്തെ അനുമോദിക്കുന്നു. പ്രസംഗം UP വിഭാഗം ദക്ഷ LP വിഭാഗം ആറ്റുപുറം ശാഖയിലെ വിഷ്ണു. കാവ്യാലാപനം ജനറൽ വിഭാഗം 1053 തിരുവല്ല വിഭാഗം ശാഖയിലെ നൃത്തശില്പം ദേവദർശനം HS വിഭാഗം ആറ്റുപുറം ശാഖയിലെ ആഷ്ന അജി. ചിത്രരചന LP വിഭാഗം ആറ്റുപുറം ശാഖയിലെ ശ്രേയസ്.
നൃത്തശില്പം ജനറൽ വിഭാഗം ദേവദർശനം സിംഗിൾ SNDP യോഗം 1053 തിരുവനന്തപുരം ശാഖയിലെ ശ്രീമതി സുഗന്ധി. ഉപന്യാസം HS വിഭാഗം SNDP യോഗം 1066 നിലവിൽ ശാഖയിലെ ശ്വേത SL. ഉപന്യാസം HS വിഭാഗം. ഇതിന് ഡയറക്ടറിന് പ്രോത്സാഹനം നിങ്ങളെ. കാവ്യാലാപനം FP വിഭാഗം 1ാം സ്ഥാനം നേടിയ വയലാ ശാഖയിലെ അനവധ്യ PS. കാവ്യാലാപനം LP വിഭാഗം ദീപ്തപ്രിയ DS. ക്വിസ് പ്രോഗ്രാം HS വിഭാഗം നിലമേൽ ശാഖയിലെ ദീപ്തശക്തി. വയലാ ശാഖയിൽ സെക്രട്ടറി തുടങ്ങിയ ദീപ്തശക്തി. കാവ്യാലാപനം ജനറൽ വിഭാഗം 2ാം സ്ഥാനം രാമാട് ശാഖയിലെ